കോതമംഗലം അടിവാട് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗാലറി തകർന്നു വീണ് പരിക്കേറ്റ 4 പേർ ചികിത്സയിൽ തുടരുന്ന വാർത്തയിലേക്കാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ചെറിയ രീതിയിൽ ഒരു സൈഡിലേക്ക് ഗാലറി ചെരിയുമായിരുന്നു. അതിനകത്ത് ഒരു 200 താഴെ ആളുകളാണ് ഉള്ളത്. മൊത്തം 1000 പേരിലെ കപ്പാസിറ്റിയാണ് മൊത്തം ഗാലറിക്കുള്ളത്. അതിൻ്റെ അകത്ത് ഒരു 200 പേരാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. മത്സരം തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇതിന് മുമ്പ് ഇന്നുമില്ല ഫൈനലായിരുന്നു. ഇതിന് മുമ്പ് കയറിയതൊക്കെ 300-400 ആളുകൾ, മാക്സിമം കയറിയത് 600 ആൾ വരെ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരു നാട്ടുമ്പുറ ആയതുകൊണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച മാക്സിമം ആൾ എന്ന് പറഞ്ഞാൽ ഒരു 1500 ആളാണ് മാക്സിമം പ്രതീക്ഷിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, സംഭവ സ്ഥലത്താണ് ഇപ്പോഴുള്ളത്. ആ സ്ഥലം കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഗാലറി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ കാണുമ്പോൾ ജെയിന് എന്താണ് മനസ്സിലാകുന്നത്? ഇത്ര ആളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ അത്? ഈ ഗാലറി എങ്ങനെയാണ് വീഴുന്നത്? ഇത് അനാസ്ഥ, ഒരു അധികൃതരുടെ ഭാഗത്തുനിന്ന്, സംഘാടകരുടെ ഭാഗത്തുനിന്ന് വലിയൊരു അനാസ്ഥ ഇതിൽ കാണേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വീഴ്ചയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാണുന്നതാണ് ആ തകർന്നു വീണ ഗാലറി. ആ ഗാലറി മൊത്തത്തിൽ ഒന്നാകെ പിന്നോട്ട് മറിഞ്ഞിരിക്കുകയാണ്. GI പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗാലറി നിർമ്മിച്ചത്. പക്ഷേ അത് ഉറപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കയറാണ്. അപ്പോൾ ആ കയറ് ഉൾപ്പെടെ അല്ലെങ്കിൽ ആ ഗാലറി മൊത്തത്തിൽ ഒന്നായി പിന്നോട്ട് മറിഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം ഏതാണ്ട് 200ഓളം പേരാണ് ഈ ഗാലറിയിൽ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഫുട്ബോൾ മത്സരം ആരംഭിച്ചിരുന്നില്ല. അടിവാട് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹീറോ യങ്സ് എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ സെവൻസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ 15 ദിവസമായി ഈ മത്സരം ഇവിടെ നടന്നു വരികയായിരുന്നു. ഇതിൻ്റെ ഫൈനൽ മത്സരമാണ് ഇന്നലെ നടക്കാനിരുന്നത്. ആ മത്സരം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. നമ്മൾ സംഘാടകരുമായി സംസാരിച്ചിരുന്നു. സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൃത്യമായ അനുമതി മേടിക്കാതെയാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ സംഘാടകർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അനുമതികളും മേടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഗാലറി ഇൻഷുറൻസ് പരിരക്ഷ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇൻഷുർ ചെയ്തിരുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഇതിൻ്റെ സംഘാടകർ പറയുന്നത്. എന്തായാലും ഈ ഏതാണ്ട് 1000ഓളം പേർക്ക് കയറാവുന്ന ഒരു ഗാലറി നിർമ്മിച്ച് അതിൽ 200 പേർ കയറിയപ്പോഴേക്കും അത് തകർന്നു വീണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നിർമ്മാണത്തിൽ പാകപ്പിഴവുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഗാലറി പറയുമ്പോഴും ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ഈ പരിപാടി നടത്താനുള്ള ഒരു തീരുമാനമായിരുന്നോ ഈ സംഘാടകരുടേത് എന്ന സംശയം നമ്മൾക്ക് ശക്തമായിട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഇത്രയേറെ ആളുകൾ എത്തുന്നു, അതിൽ യാതൊരുവിധ സുരക്ഷയും ഒരുക്കാതെയുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിക്കുന്നത്. ഇതിലിപ്പോൾ എത്ര പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്? ഇവരുടെയൊക്കെ പരിക്ക് സാരമാണോ? അവർ ആശുപത്രി വിട്ടോ? എന്താണ് അക്കാര്യത്തിൽ സ്ഥിരീകരണം? ഈ അപകടത്തിൽ ഏതാണ്ട് 40ഓളം പേർക്കാണ് പരിക്കേറ്റിരുന്നത്. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് 4 പേരാണ്. ഇതിൽ തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും ഹോളി ഫാമിലി ഹോസ്പിറ്റലും കഴിയുന്നവർ ഉടനെ ഡിസ്ചാർജ് ആവും. ഒരാൾ രാജഗിരി ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്, ഒരാൾ ബസോലിയസ് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അവർക്കാണ് ഒരു അല്പം സാരമായിട്ടുള്ള പരിക്ക് ഏറ്റിരിക്കുന്നത്. അവരുടെ കാലിന് പൊട്ടലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നു. സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ തകർന്നു വീണ ഗാലറിയുടെ മറുവശത്ത് സമാനമായ രീതിയിൽ ഇതേപോലെ തന്നെ ഗാലറി നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന തന്നെ വേണ്ടി വരും. കാരണം ആ ഗാലറി ഉറപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ആ ഗാലറിയുടെ ഒരു ഭാഗം തകർന്നു വീഴുകയായിരുന്നില്ല, ഗാലറി അപ്പാടെ പിന്നോട്ട് മറിയുകയാണ് ഉണ്ടായത്. അപ്പോൾ കൃത്യമായ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് അതിൽ വ്യക്തമാകുന്നത് അല്ലേ ജെയിൻ? കാരണം ഈ സംഘാടകരോട് സംസാരിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു മറുപടി എന്താണ് ജെയിൻ? അവർ പറയുന്നത് ഏതാണ്ട് 1000ഓളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഗാലറിയാണ് ഒരുക്കിയത്. പക്ഷേ ഈ അപകട സമയത്ത് 200 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും കപ്പാസിറ്റി, അല്ലെങ്കിൽ അത്രയും ആളുകൾ കയറിയപ്പോൾ തന്നെ അതിനേക്കാൾ ശേഷി കൂടിയ ഒരു ഗാലറി തകർന്നു വീണു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഘാടകരോട് നമ്മൾ സംസാരിച്ചു. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ ഗാലറി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതിയുണ്ടോ? മറ്റൊരു പ്രൊഫഷണൽ ടീമിനെ, അതായത് ഇത്തരത്തിൽ ഗാലറി നിർമ്മിക്കുന്ന ആളുകളെ തന്നെയാണ് സംഘാടകർ ഇത്
ഏൽപ്പിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ, ഈ ഗാലറി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു പരാതി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകർ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും രീതിയിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെയും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഇനി പോലീസും തന്നെ അന്വേഷിച്ച് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഇതൊരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആണ് ഈ ഫുട്ബോൾ മത്സരം, അതിന് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ പറയുന്നത്. ഈ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ അതിൽ സമ്മാന കൂപ്പൺ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം സംഘടിപ്പിച്ചത്. അപ്പോൾ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുമോ, ഇതിന് ഏതൊക്കെ തരത്തിലുള്ള അനുമതികളാണ് ആവശ്യമുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരും മണിക്കൂറുകളിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ശരി ജയനന്ദ.